എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഒരു വർഷക്കാലം അവിട്ടം നക്ഷത്രക്കാർക്ക്, അതായത് ചിങ്ങം 2024 മുതൽ അടുത്ത 2025 വരെയുള്ള സമയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് 2024 മുതൽ അടുത്ത 2025 ചിങ്ങമാസം, ഈ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെയുള്ള സമയം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Blessings, energetic movement, understanding, harmony, embrace, capacity to love. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു വളരെയധികം സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. ദൈവാനുഗ്രഹം നല്ലതുപോലെ ഉള്ള ഒരു വർഷമാണ് എന്ന് പറയാം. ദൈവാനുഗ്രഹം പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു സമയം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും സഫലമാകുന്ന സമയം എന്ന് പറയാം. ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. വിവാഹ ബന്ധത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വിവാഹ ബന്ധത്തിൽ വേർപെട്ട് നിൽക്കുന്നവർ, അതായത് അകന്നു മാറി നിൽക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തുക, അതുപോലെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ, മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിവാഹ ബന്ധത്തെ തകർക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ നല്ലതാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലതും മാറിക്കിട്ടുന്ന ഒരു സാഹചര്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പരസ്പര സ്പർദ്ധ ഉണ്ടാവുന്നതൊക്കെ മാറി നല്ലൊരു സ്നേഹ ബന്ധത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആ ഒരു നല്ല രീതിയിൽ ബന്ധം മുന്നോട്ടേക്ക് പോകുന്നതിന് തടയായിട്ട് നിൽക്കുന്നത് ആരായാലും എന്തായാലും ആ ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഒരു കാര്യത്തിന് പലരുടെയും ജീവിതത്തിൽ പല അർത്ഥതലങ്ങളാണുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആ തരത്തിലുള്ള രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം തന്നെയായിരിക്കും അത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വർഷം, ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സം, വിവാഹ ബന്ധത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള തടസ്സം എന്തായിരുന്നോ അത് നീങ്ങുന്ന സമയത്ത് ആ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ ജീവിതത്തിലെ സംതൃപ്തിയും സമാധാനവും, ട്രൂ ഹാപ്പിനെസ് ജീവിതത്തിൽ നിലനിർത്താൻ പറ്റുന്ന അവസരങ്ങൾ കൊണ്ടുതരുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വളരെ ആക്റ്റീവായിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പലരും മടിപിടിച്ച് സ്വന്തം, അതായത് ജോലി ഒക്കെ ഉപേക്ഷിച്ചിട്ട് മാറി നിൽക്കുന്ന, ജോലിയിലൊന്നും താല്പര്യമില്ല അല്ലെങ്കിൽ ജോലി ആയിട്ട് മുന്നോട്ടേക്ക് പോകാത്തവരെയൊക്കെ സംബന്ധിച്ച് പുതിയ ജോലി ലഭിക്കുന്നുണ്ട്, ജോലി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, ജോലി സംബന്ധമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോ ജീവിതത്തില് പലതും നമ്മള് പല കാര്യങ്ങളുടെയും മൂല്യം മനസ്സിലാക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. ലൈഫ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നു, ലൈഫില് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നമ്മൾ പറയില്ല, നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ, നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അതുപോലെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഏതിനും തയ്യാറായിട്ട് ജീവിത വിജയം കൈവരിക്കാൻ എന്തും ചെയ്യും, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതിനെ എടുക്കാൻ, നെഗറ്റീവായിട്ട് എന്തും ചെയ്യുക എന്നുള്ളത്, ഏതറ്റം വരെയും ഏത് രീതിയിലുള്ള പരിശ്രമവും ചെയ്യുമെന്ന് പറയുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളെ മക്കളൊക്കെ ഇപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള മക്കളാണ്, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, പക്ഷെ ഒരു ജോലിക്കും പോകുന്നില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് വളരാൻ പറ്റുമെന്നൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ടിട്ട് ജീവിതം ഒരു കരയ്ക്കെത്തിക്കേണ്ടുന്ന സമയത്ത് മറ്റൊരു സ്വന്തം ഇഷ്ടത്തിന് തോന്നിയ പോലെ നടക്കുന്ന ആ ഒരു രീതിയിലും, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത രീതിയിലൊക്കെയുള്ള ആളുകൾ പലരും, അവരിലൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അവരിലൊക്കെ മാറ്റം എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ തുടർന്നാൽ പോരാ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വർഷം പല ആളുകളും
ജോലി, വർഷങ്ങളായിട്ട് ജോലി ചെയ്യാത്ത ആളുകൾ ജോലി ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ ഇപ്പോൾ മക്കളൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം അവരിലുള്ള അത്രയും വലിയൊരു മാറ്റം ഇവിടെ കാണുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് കാണിക്കുന്നുണ്ട്. ചുറ്റുപാടുമുള്ളവര് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കള്, മറ്റുള്ളവരൊക്കെ പല കാര്യങ്ങളിലും നിങ്ങളെ ചേർത്ത് നിർത്തി നിങ്ങളോടൊപ്പം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ചുറ്റുപാടും നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഒരു സ്മൂത്ത് ആയിട്ട് മാറുന്നത്. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, ചിലപ്പോൾ അയൽവാസികളായിരിക്കാം, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരായിരിക്കും. അങ്ങനെ പല ആളുകളും പല പല കാര്യങ്ങളും പല ചിന്തകളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ, എവിടെ, എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു വർഷം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡോക്ടറെ സംബന്ധിക്കുന്ന ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഒത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ ഒരു സംതൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ എവിടെ, എങ്ങനെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു എന്നതോടൊപ്പം തന്നെ പലരും നിങ്ങൾ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ഥലം മാറ്റം കാണിക്കുന്നുണ്ട്. അപ്പൊ സ്ഥലം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒരു മാറ്റം, അത് ചിലപ്പോൾ ഒരു ജോലിയിലുള്ള സ്ഥലം മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ വീട് മാറുന്നതാണ്. നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിന്ന് മാറി, ഇപ്പോൾ വാടകയ്ക്കാണെങ്കിൽ വീട് മാറി താമസിക്കുന്നവര് മറ്റൊരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് മാറി താമസിക്കുന്നതും ആവാം. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ, വാടകയ്ക്കാണെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ട് വീട് പണിയുന്നവരാണെങ്കിൽ ഈ ഒരു വർഷം വീട് പണിത് പൂർത്തിയാക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലേക്ക് കയറി താമസം ഉണ്ട്. ഇപ്പോൾ പാലുകാച്ചിലോ വെഞ്ചിരിപ്പോ മറ്റു കാര്യങ്ങളൊക്കെ വീട് പുതിയ വീട്ടിലേക്ക് കയറുന്ന സാഹചര്യം ഈ ഒരു വർഷം കാണിക്കുന്നുണ്ട്. അതേപോലെ ഹാർമണിയാണ്. അതായത് മമതയും സ്നേഹവും മാതൃത്വവും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലും, അതായത് കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ കൊഞ്ചലും കുട്ടികളുടെ കളിച്ചിരികളും ഒക്കെ ഈ ഒരു വർഷക്കാലം കാണാൻ പറ്റുന്നുണ്ട്. പ്രഗ്നൻസി സിറ്റുവേഷൻ, ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ളവരിൽ ട്വിൻസിനുള്ള സാധ്യത ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, എല്ലാവരിലും അല്ല എങ്കിലും. അപ്പോൾ ആ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പല കാര്യങ്ങളും സംതൃപ്തി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നേരത്തെ അറിയാൻ പറ്റും. ചെറിയ രീതിയിലുള്ള അസുഖങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അത് സംബന്ധിക്കുന്ന വേണ്ടുന്ന ജാഗ്രത പുലർത്തുകയും കെയർ എടുക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ കെയർ എടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ കാര്യങ്ങൾ വഷളാകാതെ ഈ പറഞ്ഞ പോലെ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ചെക്കപ്പ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ അറിയാൻ പറ്റുന്നതുകൊണ്ട് അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ എംബ്രേസ് എനർജിയാണ്. സഹജീവികളോട്, ചുറ്റുപാടുമുള്ള എല്ലാത്തിനോടും ഒത്തിരി സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ കാണിക്കുന്ന ഒരു സമയം ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പലയിടത്തും ഇവിടെ നിങ്ങളോട് പലരും ദേഷ്യത്തിൽ പേര് അല്ലെങ്കിൽ റൂഡായിട്ട് സംസാരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബോസ് ചിലപ്പോൾ നിങ്ങളോട് വളരെ രൂക്ഷമായിട്ട് ഉള്ള രീതിയിലായിരിക്കും റൂഡായിട്ടായിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തി, നിങ്ങളെപ്പോഴും കൊച്ചാക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷത, അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നതല്ല, പക്ഷെ അത് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ആ വ്യക്തി എതിരല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന സിറ്റുവേഷൻ ഉണ്ട്. ചിലപ്പോൾ പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ നല്ല മനസ്സ് വർക്ക് എന്ന് വരുമ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ കാണുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ വർക്കിൽ നല്ല സാധ്യതയുള്ള ഒരു വർഷമാണ്. നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട, ന്യൂട്രൽ ആയിട്ട് ഇരിക്കാനും ശ്രമിക്കുക. ഓക്കെ, അതേപോലെ കപ്പാസിറ്റി ടു ലവ് എനർജിയാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു
ചുറ്റുപാടുമുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളോട് കൂടെ സഹകരിച്ചു പോകുന്നുണ്ട്. ഇവിടെ മറ്റ് എന്താണ് എന്തെങ്കിലും സോഷ്യൽ സർവീസസിന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവർക്കൊരു താങ്ങായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം, ഇപ്പോൾ നിങ്ങൾ ഒത്തിരി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഈ ചെയ്തതിനൊക്കെയുള്ള നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന സമയമാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ. നന്മയ്ക്കുള്ള ആ ഒരു നല്ല ഫലം ലഭിക്കുന്ന വർഷം എന്ന് കൂടി പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.